അന്നെ ഉപദേശിക്കാണ്ട് ആ ജാഥ കടപ്പുറത്തേക്ക് മാറ്റ്. കേരളത്തിൻ്റെ ഒരു സൈഡ് കടപ്പുറമാണ്. അതിൽ കുറേ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന റെക്കോർഡ് ചെയ്യുന്നുണ്ട്. കാരണം ഓരോരാളാണ് ഓരോ സമയത്ത് ഫോൺ എടുക്കുന്നത്. അന്നെ വിളിച്ചിട്ട് അന്നെ ഉപദേശിക്കുകയാണ്. വിളിച്ചിട്ട് സൈബർ സെല്ലിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് പറയുന്നത് നിങ്ങൾക്ക് ഒന്ന് സമാധാനത്തിൽ നിന്നൂടെ, കാരണം മതങ്ങളൊന്നും ഇതിൽ കൊണ്ടുവരില്ല. ഞാൻ പറയാം ഏത് മതം? ചെറിയ കുട്ടികൾ 5-8 കിലോമീറ്റർ നടത്തിച്ചിട്ട് റോട്ടമ്മ വീണ പല്ല് തെറിക്കും. കടപ്പുറത്തെ നടന്നാൽ പല്ല് തെറിക്കൂലല്ലോ. കേരളത്തിൻ്റെ ഒരു സൈഡ് ഇപ്പോൾ കടപ്പുറല്ലേ. ഏത് ജാതി കടപ്പുറത്തേക്ക് ആക്കിക്കൂടെ? നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം നടന്നിട്ട് പോയിക്കൂടെ? ഈ 112 2 നമ്പറിലാണ് വിളിക്കുക. 112 വിളിക്കും, വേറൊരു ഞാൻ സൈബർ സെൽ എന്ന് പറഞ്ഞിട്ട് ഒന്ന് സേവ് ചെയ്യുന്നില്ല, അതിലും വിളിക്കുന്നുണ്ട്. കൺട്രോൾ റൂം എന്നോട് പറഞ്ഞ കൺട്രോൾ റൂമിൽ നിന്നാണ് വിളിക്കുന്നതെന്ന്. ഏത് കൺട്രോൾ റൂമിനാണ് വിളിച്ചു പറഞ്ഞില്ല, എന്നെ ഉപദേശിക്കുകയാണ്. ഇങ്ങനെ വിളിച്ചു പറയും കൺട്രോൾ റൂമിനാ. എന്നിട്ട് പറ കടപ്പുറം ഞാൻ പായങ്ങാടി പോലീസ് സ്റ്റേഷനിലും വിളിച്ചു പറഞ്ഞേ. അപ്പോൾ അവർ പറഞ്ഞ ആളങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന്. ആൾ വരല്ല, അതിലുള്ള സുഹൈൽ സാറിനെ മാറ്റിയിട്ട് ആ ജാഥ കടപ്പുറത്തേക്ക് മാറ്റി. കാരണം പെണ്ണുങ്ങളും കുട്ടികളും എല്ലാവരും റോട്ടുമ്പോൾ കയറിയിരിക്കുകയെന്ന്. അതുകൊണ്ട് വണ്ടിക്കാർക്ക് പോകാൻ കഴിയുന്നില്ല. കട്ട് ചെയ്തിട്ട് പോയാ? ഇത്രേ പറയാനുള്ളൂ. മാം ആരാണ് ഏൽപ്പിച്ചിട്ട് ഞാൻ ഇത് പറയണോ? രജിസ്ട്രേഷൻ നമ്പർ KL 20250905008119 ലാസ്റ്റ് നമ്പർ 819. ഒന്ന് കൺട്രോൾ റൂമിനെ വിളിച്ചു പറ എന്നെ ഉപദേശിക്കല്ല. കുട്ടികളെ കടപ്പുറം നടത്താൻ പറ. കുട്ടികളെ തുള്ളിച്ചിട്ട് ആടുന്ന് ഇടുന്ന് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ വെള്ളത്തിന് മാത്രം എനർജി വരോ? ഭയങ്കര എന്തെന്നാലോ നിങ്ങളെ നാട്. ഞമ്മ പ്രവാസിയായ നാട്ടുകാരനാണ്. ശരി.